ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ ഉള്ളിത്തീയലാണ് ഉണ്ടാക്കുന്നത്. ഇത് സംഭവം സിമ്പിൾ എന്നൊക്കെ പറയാമെങ്കിലും ഇതിലെ ആ ഓരോ പ്രൊസീജിയറും കുറച്ച് ബുദ്ധിമുട്ടാണ്. ഉള്ളിയുടെ തൊലി പൊളിക്കൽ, പിന്നെ ഇതിനകത്ത് തേങ്ങ വറുക്കൽ, അങ്ങനെയൊക്കെയുള്ള കുറച്ച് കാര്യങ്ങൾ കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളാണ്. എങ്ങനെയാണ് ഇത് നമ്മൾ ഉണ്ടാക്കിയെന്ന് നോക്കാം. ഇതിനായി ആദ്യം നമ്മൾ ചെറിയ ഉള്ളി തൊലി കളഞ്ഞ് എടുക്കണം. അതാണ് ഞാൻ ആദ്യം പറഞ്ഞത്, കുറച്ച് ബുദ്ധിമുട്ടാണ്. പക്ഷെ ഞാൻ ഉള്ളി വെള്ളത്തിലിട്ടിട്ട് പൊളിച്ചെടുക്കുകയായിരുന്നു. പിന്നീട് അത് മുറിച്ചെടുക്കണം. വല്ലാതെ ചെറുതായിട്ട് മുറിക്കരുത്. ഇങ്ങനെതാ ഒരു കുഞ്ഞുള്ളിയാണെങ്കിൽ അത് ഒന്ന് ഒരു പ്രാവശ്യം മുറിച്ചാൽ മതി. വലുതാണെങ്കിൽ 2 പ്രാവശ്യം, അതായത് 4 പീസാക്കുക. ചെറിയ ഉള്ളി 2 പീസാക്കുക. അത്രയും ചെയ്താൽ മാത്രം മതി. കൂട്ടത്തിൽ ഒരു 4 പച്ചമുളക് കൂടി ഇങ്ങനെ കീറി മുറിച്ചിട്ടിട്ടുണ്ട്. ഇത്രയും കാര്യങ്ങൾ ഞാൻ ആദ്യം ചെയ്തു മാറ്റി വെച്ചു. പിന്നെ വറുക്കാനുള്ള തേങ്ങ ചിരകിയത് ഒന്ന് ഞാൻ മിക്സിയിലിട്ട് ക്രഷ് ചെയ്തെടുത്തു. ഒരുപോലെ എളുപ്പം വറുത്ത് വരാനാണ് ഇങ്ങനെ ചെയ്യുന്നത്. പിന്നെ ഒരു കുഞ്ഞു കഷ്ണം പുളി എടുത്ത് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ തേങ്ങ വറുക്കുവാണ്. ചീനിച്ചട്ടിയിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് തേങ്ങ വറുക്കാൻ തുടങ്ങുവാണെങ്കിൽ കുറച്ച് എളുപ്പമുണ്ട്. ഇത് ഒട്ടും കൈവിടാതെ ഇളക്കിക്കൊണ്ടിരിക്കണം എന്നുള്ളതാണ് ഇതിൻ്റെ അടുത്ത ബുദ്ധിമുട്ടുള്ള പണി. കുറച്ച് നേരം നമ്മളൊന്ന് മാറ്റി വെക്കുമ്പോഴേക്കും അത് കരിയാൻ തുടങ്ങും. അതുകൊണ്ട് മാക്സിമം നമ്മളതിൽ കൈ വിടാതെ ഇളക്കിക്കൊണ്ടേയിരിക്കുക. ഇതാ ഇത് കുറച്ച് കളറ് മാറി വരുന്നുണ്ട്. ഇത്രയും പോരാ, കുറച്ചും കൂടി നന്നായിട്ട് കളറ് മാറി വരണം. ഈ ഒരു കളറൊക്കെ ആയപ്പോഴേക്കും ഞാൻ ഈ തീ ഓഫ് ചെയ്തു. അതിനുശേഷം ആ ചൂടുള്ള ചീനിച്ചട്ടിയിലാണല്ലോ, അതിനുശേഷമാണ് ഞാൻ പൊടികൾ ചേർക്കുന്നത്. 2.5 ടീസ്പൂൺ മല്ലിപ്പൊടി, 2 ടീസ്പൂൺ മുളക് പൊടി, അത്രയുമാണ് ഞാൻ ഇതിലേക്ക് ചേർത്തത്. ഇനി നമുക്ക് ആ തേങ്ങ വറുത്തത് ഒന്ന് ചൂടാറാനായിട്ട് എടുത്തു വയ്ക്കാം. ഇങ്ങനെ ഒരു പാത്രത്തിലേക്ക് നിരത്തി വെച്ചു. ഇനി ഇതിലെ ഒരു ബുദ്ധിമുട്ടുള്ള അടുത്ത പണിയിലേക്ക് കടക്കുവാണ്. നമ്മളിത് അരയ്ക്കുമ്പോൾ ഒട്ടും വെള്ളം ചേർക്കാൻ പാടില്ല. വെള്ളം ചേർത്താൽ അതിൻ്റെ കളർ പോവും. അപ്പോൾ നല്ല മൂത്ത തേങ്ങയാണ് എടുക്കുന്നതെങ്കിൽ എളുപ്പം ഇത് അരഞ്ഞു കിട്ടും. അതല്ല എന്നുണ്ടെങ്കിൽ ഇങ്ങനെ അരഞ്ഞു കിട്ടാൻ നല്ല പാടാണ്. 2-3 പ്രാവശ്യമൊക്കെ അരയ്ക്കുമ്പോൾ പോലും ഇത്രയും നന്നായിട്ടൊന്നും നമുക്ക് അരഞ്ഞു കിട്ടില്ല. പിന്നെ ആകെയുള്ളൊരു എളുപ്പ വഴി എന്ന് പറയുന്നത് കുറച്ച് വെളിച്ചെണ്ണ അതിലേക്ക് ചേർത്തിട്ട് അരയ്ക്കുക എന്നുള്ളതാണ്. അങ്ങനെ നമ്മൾ തേങ്ങയും അരച്ചു വെച്ചിട്ടുണ്ട്. ഇനി കാര്യങ്ങളെല്ലാം എളുപ്പമാണ്. ചട്ടി അടുപ്പിൽ വെച്ച് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് വെളിച്ചെണ്ണ ചൂടാകുമ്പോൾ നമ്മൾ കടുകും പിന്നെ കറിവേപ്പിലയും വറ്റൽമുളകും ഇട്ടു. അതൊന്ന് ചൂടായി വന്നപ്പോഴേക്കും നമ്മൾ അരിഞ്ഞു വെച്ചിരുന്ന ആ ഉള്ളിയും പച്ചമുളകും ചേർത്തു. ഇനി അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് നമുക്കതൊന്നും കൂടി ഇളക്കി കൊടുക്കാം. ഉള്ളി നന്നായിട്ടൊന്ന് വാടി വരുമ്പോഴേക്കും നമുക്കതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് അതൊന്നും കൂടി ഇളക്കാം. ഇനി നമുക്കതിലേക്ക് അരപ്പ് ചേർക്കാം. അത് നന്നായി ഇളക്കി ചേർത്ത് അതിലേക്ക് നമ്മൾ ആദ്യം എടുത്തു വെച്ചിരുന്ന പുളി പിഴിഞ്ഞ വെള്ളം അത് അരിച്ച് ഇതിലേക്ക് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം ആ മിക്സിയുടെ ജാറ് കൂടെ കഴുകി ഒന്നും കൂടെ അതിലേക്ക് ഒഴിച്ച് നമ്മളത് ഇളക്കി ഇതൊന്ന് തിളപ്പിച്ചെടുക്കണം. ചാറ് നമുക്ക് ആവശ്യമുള്ള അത്രയുമായി തിളപ്പിച്ച് വറ്റിച്ച് നമുക്ക് എടുക്കാം. തീയലുണ്ടാക്കുമ്പോൾ എപ്പോഴും മൺചട്ടിയോ അങ്ങനെയുള്ള പാത്രങ്ങൾ ഉപയോഗിക്കുന്നതാണ് നല്ലത്. ഞാൻ ഓർക്കാതെ അലുമിനിയത്തിൻ്റെ പാത്രമാണ് എടുത്തത്. അതുകൊണ്ട് തന്നെ ഇത് ഉണ്ടാക്കി ഉടനെ തന്നെ നമ്മൾ അതിൽ നിന്ന് മാറ്റി വേറെ പാത്രത്തിലേക്ക് എടുക്കുകയാണ് ചെയ്യുന്നത്. ഉള്ളിത്തീയൽ റെഡി ആയിട്ടുണ്ട്.